നിന്റെ മേളിൽ ദൈവം തന്ന ദർശനങ്ങൾ, നിനക്ക് തന്ന വെളിപ്പാടുകൾ, നിനക്ക് തന്ന ദൈവാലോചനകൾ, നിന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകങ്ങൾ, നിനക്ക് തന്ന വാഗ്ദത്തങ്ങൾ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് എന്റെ തമ്പുരാൻ ഒരുക്കി വെച്ചത് കാണട്ടെ. ഇത് ചുമ്മാ വെറുതെ നിൽക്കുന്നവരോട് രാത്രി ദൈവത്തിന് ഒന്നും ഇടപെടാനില്ല. ഇത് വിടുതലിന്റെ ശനിയാഴ്ചയാ, ഇത് വിടുതലിന്റെ രാത്രിയാ. മാനുഷിക തലത്തിൽ ഇത് നിശബ്ദ ശനിയാഴ്ചയാ. യഹൂദന്മാരുടെ കണ്ണിൽ ഇത് നിശബ്ദ ശനിയാഴ്ചയാ. യഹൂദന്മാരുടെ കണ്ണിൽ അയ്യോ എല്ലാം കഴിഞ്ഞ് കേട്ടോ, അവന്റെ പരിപാടി തീർന്നു കേട്ടോ, അവൻ പൂട്ടിക്കെട്ടി കേട്ടോ. എടാ മോനെ, പൂട്ടിക്കെട്ടിയതല്ലടാ. ആമേൻ, ആമേൻ, ആമേൻ. പട്ടണത്തിൽ നിന്ന് ഈ സാധനം ഇന്റർനാഷണൽ ആകാൻ പോവാ. യഹൂദിയ നാട്ടിൽ നിന്ന് ഇത് ലോക രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ആകുക. ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പ്രവചിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തോട് ഞാൻ പ്രവർത്തിക്കുന്നു, ദൈവത്തിന്റെ നിശബ്ദതകളിൽ നീ തളർന്നു പോകരുത്. ദൈവത്തിന്റെ നിശബ്ദതകളിൽ നീ നിലവിളിച്ചു പോകരുത്. ദൈവത്തിന്റെ നിശബ്ദതകളിൽ നീ തളർന്നു പോകരുത്. ദൈവത്തിന്റെ നിശബ്ദതകളിൽ എല്ലാം കഴിഞ്ഞെന്ന് കരുതരുത്. ദൈവത്തിന്റെ നിശബ്ദതകളിൽ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ ലഭിക്കാതിരിക്കുമ്പോൾ, ചോദിച്ചതിന് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ദൈവം എവിടെ എന്ന് നീ ചോദിക്കരുത്. ആത്മാവ് നിന്നോട് ഇടപെടുന്നു. ഈ 2025 ഈ ഏപ്രിൽ മാസത്തിൽ ഒരു 2ാം അധ്യായം നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി തുറക്കുകയാണ്. ഒരു സെക്കൻഡ് ചാപ്റ്റർ, ഒരു 2ാം അധ്യായം ഇന്ന് രാത്രിയിൽ ആരംഭിക്കുകയാണ്. ആരുടെയൊക്കെ ജീവിതത്തിൽ ശത്രു മൂടിവെച്ചത്, ദുഷ്ടൻ മൂടിവെച്ചത്, പിശാച് അടച്ചു വെച്ചത് ഇന്ന് രാത്രിയിൽ ആത്മാവ് തുറക്കുന്നു. ശത്രു അടച്ചു വെച്ചത്, പിശാച് മൂടിവെച്ചത് ദൈവം തുറക്കുന്നു. ചിലത് ഫെലിസ്ത്യന്മാർ മണ്ണിട്ട് മൂടിയ കിണറുകൾ, ശത്രുക്കൾ മണ്ണിട്ട് മൂടിയ കിണറുകൾ ഇന്ന് രാത്രി കിണറേ പൊങ്ങിവാ എന്ന് നീ പറയുമ്പോൾ നീ കണ്ടിട്ടില്ലാത്ത ചിലത് സ്വർഗത്തിലെ ദൈവത്താൽ സാധ്യമാകുന്നു.